ഇരിക്കാമല്ലോ. ഒരു രാഹുൽ ദയവായി രണ്ട് കാര്യങ്ങൾ പറയാനുള്ള അവസരം. ഒന്ന്, ബോബി ചെമ്മണ്ണൂറിന് കൊടുത്ത വിധിന്യായം വളരെ നല്ലതാണ്, പോസിറ്റീവും ബാലൻസ്ഡുമാണ്. ബോബി ചെമ്മണ്ണൂറിനെ അതിരൂക്ഷമായി ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂറിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റീവ് മെരബോലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓന്ത്രപ്രണറിനെ അല്ലെങ്കിൽ അമേരിക്കൻ ഓതറിനെ കോട്ടൊക്കെ ചെയ്തുകൊണ്ട് അവർ തുടങ്ങുകയും ബോഡി ഷെയ്മിംഗ് പാടില്ലെന്നും എല്ലാം പോസിറ്റീവായി പറയുന്നുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂറിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു സന്തുലിത സമീപനമാണ് വേണ്ടത്. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ജാമ്യം നിഷേധിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു, അതൊരു സമൂഹത്തിന് സന്ദേശമാകുമെന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു ഓൾറെഡി അറസ്റ്റ് ചെയ്തതും റിമാൻഡിൽ പോയതും തന്നെ ഒരു സന്ദേശമാണെന്ന്. ഈ ബാലൻസ് ആണ് വേണ്ടത്. ബോബി ചെമ്മണ്ണൂറിനെ ആരെങ്കിലും ന്യായീകരിച്ചോ? ഇല്ല. പകരം ഞാൻ അടക്കമുള്ളവർ മുമ്പോട്ട് വെച്ചത് ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്നാണ്. ഇനി അതിന് എനിക്കെതിരെ വന്ന എന്താ? കേസ് വന്നു, ഹൈക്കോടതി വന്നു. ഇന്ന് വനിതാ കമ്മീഷൻ, അതായത് ഒരു കേസിന്റെ ഇടയിലോ ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിലോ വനിതാ കമ്മീഷനിലെ സതീദേവി രാഹുൽ ഈശ്വറിനെതിരെ നടപടി വേണമെന്ന് പറയുന്നുണ്ട്. അതൊരു ഇന്റർഫിയറൻസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? അത് ശരിയാണോ? അതുകൊണ്ടാണ് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ വേഴ്സസ് ഹണി റോസ് മാത്രമല്ല, ഇതൊരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. അതായത് തീവ്ര ഫെമിനിസം പുരുഷന്മാരെ കൊടുക്കാനും പുരുഷന്മാരെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ എന്ന് സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ അതിശക്തമായി ഞാൻ അടക്കമുള്ളവരെ പിന്തുണയ്ക്കുന്നത്. അവരാരും ബോബി ചെമ്മണ്ണൂർ, ഞങ്ങൾ ആരും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തെറ്റായ കാര്യത്തോട് യോജിക്കുന്നില്ല. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. എന്നാൽ ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വരെ അനുകൂലിക്കുന്നവരുടെ എണ്ണം പെരുകി വരികയാണ്. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഒരു വലിയ പരിച്ഛേദമെന്ന് താങ്കൾ കരുതരുത്. അത് മാത്രമല്ല, അപ്പോൾ താങ്കൾ അവിടെയും ബാലൻസിംഗ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്ത് തെറ്റ്, അതേസമയം ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന്. പക്ഷെ അത് അല്ലല്ല, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന ആളുകൾ അങ്ങനെയല്ല. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുകയും ഹണി റോസിനെ എതിർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ്. അവിടെയാണ് ബോബി ചെമ്മണ്ണൂറിനെ വേട്ടയാടണ്ട, അതേപോലെ ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കണം. ഇനി എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ഈ തെറ്റ് കാരണം? ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 25 വർഷമായിട്ട് കേരള സമൂഹത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്. അതായത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു, ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആൾക്കാരുടെ ജീവിതം മാറ്റി, ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹം ബ്ലഡ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നു, 100 കണക്കിന് വീട് വെച്ചു കൊടുത്തു, ഒരുപാട് പേരുടെ ജീവിതത്തെ സ്പർശിച്ചു. ശരിയാണ്, പുള്ളിയുടെ ഈ ആഭാസ വർത്തമാനമോ ദ്വയാർത്ഥ വർത്തമാനമോ പൂർണ്ണമായും തെറ്റാണ്. തൃശ്ശൂർ പൂരത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്തിൽ പറഞ്ഞൊക്കെ വളരെ തെറ്റാണ്. പക്ഷേ ഈ നാക്കുപിഴവ് കൊണ്ട് അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പ്രവർത്തനങ്ങളെയോ 30 വർഷത്തെ പ്രവർത്തനങ്ങളെയോ നമ്മൾ കരിവാരി തേക്കരുത്. ശരിയെ ശരിയും തെറ്റിനെ തെറ്റുമായി കണ്ട് തെറ്റിനെ മാറ്റി നിർത്തി ബോബി ചെമ്മണ്ണൂറിന് അതിശക്തമായി തിരിച്ചു വരാൻ ഒരു അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ഹണി റോസിന് ഈ ആഭാസത്തിന് തിരിച്ചു വരുവാനുള്ള അവസരം കൊടുക്കണമെന്നോ അങ്ങനെ താങ്കൾ പറയരുത്. താങ്കൾ ഈ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടരുത് ശ്രീ രാഹുൽ ഈശ്വർ. പത്താമത്തെ പേജിലെ 10ാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാകും. താങ്കളൊക്കെ കഴിഞ്ഞ ഹൈക്കോടതി ഇവിടെ രണ്ട് വള്ളങ്ങളില്ല, ഒരു വള്ളമേ ഉള്ളൂ. ആ വള്ളത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂറും രാഹുൽ ഈശ്വറും ശ്രീജിത്ത് പണിക്കരും ഡോക്ടർ നിഷയും ഹണി റോസും നമ്മളെല്ലാം. ആ ഒരു വള്ളത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ആ വള്ളം പരസ്പരം അടികൂടി മുക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് രണ്ട് വള്ളങ്ങളില്ല ഇവിടെ, ഒരു വള്ളമേ ഉള്ളൂ. ആ വള്ളത്തിൽ ജീവിക്കുന്നവരാണ്, ഇന്ത്യ എന്നോ കേരളം എന്നോ വള്ളത്തിൽ ജീവിക്കുന്നവരാണ്. പരസ്പരം തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് പോകണം. ഒരു വരി കൂടി പറഞ്ഞാൽ ന്യൂസ് 18 തന്നെ ആയതുകൊണ്ടാണ് പരാതിയുമായി വന്നതും ആ പരാതിയിൽ ആദ്യമായി പൊക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റു പറ്റിയാൽ തിരുത്താൻ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. അതിന് 3 വർഷം ജയിലിൽ പിടിച്ചിരിക്കുകയല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ദയവായി ഒരു വരി കൂടി, അന്ന് ശ്രീജിത്ത് പണിക്കർ എന്നെ വിമർശിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പോസിറ്റീവായി. അതായത് ഞാൻ പറഞ്ഞുകൂടാത്തൊരു വാക്ക് ദേഷ്യം വന്നപ്പം പറഞ്ഞു, രേണുകാ മാഡത്തിന്റെ പരിപാടിയായിരുന്നു, അപ്പൊ അത് തെറ്റായ വാക്കാണ്. അതിനുശേഷം എന്നെ മിനി മാഡം തിരുത്തി ഒരു പദപ്രയോഗം അതിജീവിതയോട് ചേർത്ത് വെച്ച് അത് പാടില്ല എന്ന തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു, അത് മാറ്റി. അതേപോലെ നന്നാവാൻ ഒരാൾക്ക് അവസരം കൊടുക്കണം, പോസിറ്റീവ് ആകാൻ അവസരം കൊടുക്കണം. കാടടച്ച് വെടിവെച്ച് എല്ലാരെയും എയറിലാക്കി എല്ലാരെയും ജയിലിലിട്ട് എല്ലാരും മോശക്കാരാന്ന് പറഞ്ഞ് എല്ലാവർക്കും എതിരെ കേസിട്ടല്ല പോകേണ്ടത്. ഒരു സമൂഹം അങ്ങനെ അല്ല മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം.